ഫുൾ സൈഡൊക്കെ റൗണ്ട് അടിച്ച് കഴിഞ്ഞ് ടൈമായി ഏകദേശം 6:30 അടുപ്പിച്ച്. ലൈറ്റെല്ലാം ഓഫ് ചെയ്യണം. ഫുള്ള് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. സൈഡ് റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇനി പോവുക, പല്ല് കഴിക്കുക, പരിപാടി എടുത്തതിന്. മണ്ടലൊന്നും കയറാൻ വയ്യ, ഭയങ്കര തണുപ്പ് ഇതാവും. പോയി പല്ല് കഴിക്കുക, ഉറക്കം വരണം, നല്ലൊരു ഉറക്കം ഉറങ്ങണം. പുറത്തൊക്കെ ഇറങ്ങാൻ പോയിട്ട് ചെറിയൊരു പ്ലാനുണ്ട്. മണ്ടലൊന്നും കയറാൻ മതി, ഇപ്പം കയറാൻ മതി. പോയി പല്ല് കഴിക്കുക, റൗണ്ടും കൂടി കറങ്ങി അടിക്കുക വരിക. അയ്യോ, തണുപ്പായപ്പോൾ കിളികളില്ല, അല്ലെങ്കിൽ ഇവിടെ കിളികളുണ്ടായിരുന്നു. ചൂട് സമയമ്പോൾ കാണിച്ചു തരാം. ഞാൻ കാണാൻ കഴിയില്ല, ചൂട് സമയമ്പോൾ കാണിച്ചു തരാം. ചൂട് സമയമ്പോൾ ഉണ്ട് തണുക്കും. പോയി പല്ല് കഴിക്കാൻ പോകും. കുളിച്ച് കഴിഞ്ഞ് വെയിലുള്ളതായിരിക്കണം, ഭയങ്കര തണുപ്പ്. അയ്യോ, ഇവിടെ കുറച്ച് വെയിലുണ്ട്, ഞാൻ ചൂടാക്കായിരിക്കണം. അയ്യോ, ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ ചൂടായതിനു ശേഷം പയ്യണിച്ച് മാറണം. ഏകദേശം 10 മണിയായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങണം, അത് തന്നെ പണി. അയ്യോ, വാരൊക്കെ ഫുള്ളായി. എണീറ്റ് വിളിച്ചുണർത്തിയായിരുന്നു. 12 മണിക്ക് എണീറ്റായിരുന്നു. എണീറ്റ് ഇവിടെ ഇരിക്കുന്നു. അയ്യോ, പുറത്ത് പോകണമെന്ന് ആലോചിക്കണം, നടന്നിട്ട് ഇറങ്ങണമെന്ന് ആലോചിക്കണം. പോണം, കുറച്ച് ദൂരം പുറത്ത് പോകണമായിരുന്നു, നടക്കാറിറങ്ങണം. പിന്നെ ഒരു പുതിന ഇലയും എടുക്കണം. പിന്നെ പരിപാടി ഇനി വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് പുറത്തിറങ്ങി നടന്നു പോകണം. പിന്നെ പരിപാടി അയ്യോ, അത് തന്നെ ഇവിടെ കൂടുതൽ നടത്തുന്നത്. മെയിൻലി കൊടുക്കാൻ വേണ്ടിയുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. കുറച്ച് വെള്ളം മതിയല്ല, തണുപ്പ് സമയമല്ലേ. അല്ലെങ്കിൽ 3 നേരം വെള്ളം കാണും ഇതിൻ്റെ മൂട്ടിൽ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. അതൊരു ചെടി. വഴുതാനായി കൊള്ളാം. ഇതിൽ വേറെ സ്ഥലമൊക്കെ പോകാൻ പോണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരേ സ്ഥലങ്ങളൊന്നും തന്നെ കറങ്ങണം, അതിൻ്റെ ഒരു ശോകം. കണ്ടുകൊണ്ടിരുന്ന ബോറടിക്കും ഒരേ സ്ഥലം.
എന്നാ പറയാനാ. മണ്ടേ കയറണമെന്നുണ്ട്, പക്ഷെ ഇവിടെ ഭയങ്കര മുള്ളു. ചവിട്ടി ഞാൻ അടി പൊത്ത് കയറും കാലിൽ. എന്നാൽ മരവും ഇല്ല. മരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വേറെ എൻ്റെ മുട്ടി ചെന്നിരിക്കുകയായിരുന്നു. പുതിയ അടിക്കുന്ന സ്ഥലമായി എത്താറേ കുറച്ചും കൂടി ഉള്ളു. വലിയ അതെടുക്കാനാണ് പുറത്തിറങ്ങിയത്. കൂടുതൽ ഇന്ന് പറഞ്ഞായിരുന്നു അതൊന്ന് വേണമെന്നെന്തോ വയറ് വേദന, അത് തിളപ്പിച്ച് കുടിച്ചാൽ റെഡിയാകുന്നു. വർക്കിംഗ് എല്ലാം തോന്നുന്നു. ഇവിടെ വന്ന് ലോറി എടുത്തോണ്ട് പോണേണ്. ഇത് പറ്റിയെന്ന് പറഞ്ഞുണ്ട്. എന്ത് പ്രശ്നമെന്ന് പറഞ്ഞു. ഒരു ഓഫ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇതും ബോർവെല്ലിൻ്റെ കട്ട് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു. മേലെ ഇതെടുക്കാനാണ് ഞാൻ വന്നത് തന്നെ. അയ്യോ, എടുത്തു കഴിഞ്ഞു. അപ്പം കുടിച്ചിട്ട് അത് ബാക്കി നടേ ബാക്കി എന്തിനാണ് ചേട്ടാ. പണി അടക്കും, ആൾക്കാർ നിൽക്കുന്നു. നമ്മളെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ എടുത്താൽ കുഴപ്പമില്ല. ഉണ്ട് ചെയ്യുന്ന ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നാളുണ്ടായിരുന്നു, പക്ഷേ അതാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നുവെച്ചാൽ പുല്ല് വെട്ടി വെച്ചിരിക്കുന്നതായിരിക്കും. കയറാണ്ടത് പണിസ്ഥലത്തോട്ട് പുറത്തൊരു വണ്ടി എടുക്കണം നാട്ടിൽ. തെണ്ടി തിരിഞ്ഞുകൊണ്ട് നടക്കാൻ. ഫ്രണ്ടിൽ 4 പേർക്ക് ബാക്കിൽ സാധനം ഇടാൻ കണക്കിന്. 20-25 ലക്ഷം രൂപ. ഇതുപോലത്തെ നിസാൻ്റെ ടൊയോട്ടയൊക്കെ എടുക്കുന്നെങ്കിൽ അതിലും പൈസയാവും തോന്നുന്നു. ഇവിടെ അത് തന്നെ കൂടുതൽ ഇപ്പം വരണേ ഉള്ളൂ. അതിന് ശേഷം വെച്ചത് ഇവിടെ ഉള്ളതെന്ന് ഇതന്നെ ഈ സാധനമൊക്കെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥലം. പിന്നെ അത് ചെയ്യേണ്ട മനസ്സും അതൊന്നും നമ്മളതിലില്ല. നോക്കണ്ട ഈ സാധനത്തിൻ്റെ പിള്ളേന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അത് കൃഷിക്കാരനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ക്ഷമ, പൈസ എത്ര എടുക്കുന്നുണ്ട് അങ്ങേർക്ക് തന്നെ ലാഭവും നഷ്ടവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വാങ്ങിച്ച് ബിസിനസ് അടിക്കുന്നവനും പ്രോഫിറ്റും ഉണ്ട്. നീമിൻ്റെ ഇത് വെച്ച് പല്ലിയൊക്കെ വരുന്നു. ഇപ്പം കഴിക്കും. ചെയ്യാത്തോണ്ട് ഭയങ്കര ഇതായി. ഫസ്റ്റ് വേറൊരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. ആ പുള്ളിയിൽ നിന്ന് ഞാൻ ശീലിപ്പിച്ചെടുത്തിരുന്നത്. ആ നീമിൻ്റെ ഇത് വെച്ചിട്ട് രാത്രി തേച്ച് വിടേണ്ടത് പല്ല്. കേടുവരാതിരിക്കാൻ വേണ്ടി. ഇപ്പം പറ്റൂല, ഇപ്പം കയ്ക്കണം. ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി കയ്ക്കും.
എന്നാ പണി വേറെ എന്ത്? ഇനി നേരെ പോവുക, കുറച്ചിട്ട് ഇരിക്കുക. 5 മണിയായപ്പോഴേ ലൈറ്റ് എത്തി. ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കണ്ട കാലിയ നേരം അതന്നെയായിരുന്നു ജോലി. ചെടി നടേണ്ട ഒരു പ്ലാൻ പൊടിച്ച് കിട്ടാൻ പാടും ഇവിടുത്തെ മണ്ണിൽ. ആക്കിയെടുക്കണം, അതല്ലേ കഴിവ്. നമ്മളെ 2ാമത്തെ ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ ഫുള്ള് പൈസ ചീറ്റിപ്പോയി. സെക്കൻഡ് ട്രൈ അയ്യോ, അതുകൊണ്ട് മണ്ണ് പെട്ടെന്ന് വന്നു. 2ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്തപ്പം ഒരു തണ്ണിമത്തൻ കിട്ടി, ഒരു തണ്ണിമത്തൻ. ഇന്ന് കുളിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. ജലദോഷം പിടിച്ചാളെ. ഇനി പോയി തുണി കഴുകി ഇടുക. അത് തന്നെ, കാലും കൈ മുഖം കഴുകിയിട്ട് ഡ്രസ്സ് മാറ്റണം. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഡ്യൂട്ടി കയറി. പിന്നെ അവിടെ വിത്ത് കൂട്ടും. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ വിത്ത് കൊണ്ടുവന്നായിരുന്നു അവർ, സെക്യൂരിറ്റിയൊക്കെ. അത് വന്നിട്ട് അത് രക്ഷപ്പെട്ടാൽ കാണാം. സെക്കൻഡ് ടൈം അത്. Thank you for watching guys this video.